എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കാം. മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത എന്നാൽ പരിചയമുള്ളതുമായ ഒരു ഐറ്റമാണ് ചിക്കൻ മോമോസ്. ഈ ചിക്കൻ മോമോസ് അതീവ ടേസ്റ്റിൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. മോമോസ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ആ മൈദ ഒരു വലിയ ബേസിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മൈദയ്ക്ക് പാകത്തിനുള്ള ഉപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൈദ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുന്നതായിരിക്കും അതിൻ്റെ നല്ലത്. അതായത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴച്ചെടുക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് നമ്മൾ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കുകയാണ്. അതിനുശേഷം ഈ പരുവത്തിലായതിനു ശേഷം നമ്മുടെ മൈദ നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അവിടെ ഇരുന്ന് മാവ് നല്ലതുപോലെ ഒന്ന് മയം വരട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത് ചിക്കനാണ് കേട്ടോ. അത് മോമോസ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്ങിനുള്ള സാധനമാണ് ചിക്കൻ. നമ്മളൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരല്പം കുരുമുളക് പൊടി ഇട്ടു, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇങ്ങനെ വേവിച്ചെടുക്കാതെ മോമോസിനകത്ത് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പച്ചയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കീമ പരുവത്തിലാക്കിയിട്ട് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മളത് ഒന്ന് വേവിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ചേർക്കാനുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സോയാ സോസ് 1 സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 5-6 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മല്ലിയില കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് ഈ ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സവാള എരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് അതുകൂടി അങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മോമോസിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് സോയാ സോസ്. ആ സോയാ സോസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ അത് ശരിയാകത്തില്ല കേട്ടോ. കൈ കൊണ്ടുകൂടി നമ്മൾ ഇളക്കി ശരിയായ രീതിയിൽ അത് യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ ഏകദേശമൊക്കെ നല്ല മയമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ചെറിയ ബോളുകളാക്കി നമുക്ക് മാറ്റണം. അതിനുള്ള പരിപാടിയിലേക്കാണ് നമ്മൾ ഇനിയും കടക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഈ പരുവത്തിൽ ഉരുട്ടി ഒരു ഷേപ്പാക്കി എടുക്കുക. വീണ്ടും നമ്മളിതിനെ ചെറിയ ബോളുകളാക്കി കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും വലുപ്പത്തിലുള്ള ബോളുകൾ നമുക്കിതിന് ആവശ്യമില്ല. നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങത്തക്ക രീതിയിലാണ് നമ്മളിതിനെ പരത്തിയെടുക്കുന്നത്. ആ സൈസിലുള്ള ബോളുകളാണ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. ഏകദേശം ഒരു 10-22 ബോളുകൾ നമ്മൾ തയ്യാറാക്കി ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിനെ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തന്നെ ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട്. ഇനി റൗണ്ട് ഷേപ്പായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിനെ മൂടി വെച്ച് നമുക്കിതിനെ റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ പരത്തി വെച്ച മൈദ നമ്മുടെ കൈവെള്ളയിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് നിരത്തുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അതിനെ മടക്കി നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈ മോമോസ് ഇതുപോലെ ഈ ഷേപ്പാക്കി എടുക്കുന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ മൈദയ്ക്കകത്തോട്ട് നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡി ആയിക്കൊള്ളണമില്ല. അതിനുശേഷം നേരത്തെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നത് നന്നായിരിക്കും. മോമോസിനെ നമ്മുടെ കലാരുചിക്കനുസരിച്ച് പല രീതിയിൽ ഷേപ്പാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ഷേപ്പാക്കി എടുത്ത മോമോസിനെ ഒരു 10-15 മിനിറ്റ് നമ്മളൊരു ഇഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ച് ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ മോമോസിനെ നല്ല 1-ാം ക്ലാസ് തക്കാളി ചട്നി കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് അടിപൊളി രുചിയുള്ള മോമോ ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു 3 തക്കാളിയും ഒരു 4-5 പീസ് വറ്റൽമുളകും തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം തക്കാളിയുടെ പുറംതൊലി ഇതുപോലെ ഒന്ന് പറിച്ചെടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ചട്നി ഉണ്ടാക്കുവാനായിട്ട്. പിന്നീട് ഈ തക്കാളിയും വറ്റൽമുളകും കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അതിനെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മോമോ ചട്നിയുടെ ആദ്യപടി റെഡിയായി കഴിഞ്ഞു.
പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ്, അതായത് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ബ്രൗൺ കളർ നിറമായി വരുമ്പോഴേക്ക് വേണം നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വറ്റൽമുളകും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ചേരുവ ചേർക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 സ്പൂൺ സോയാ സോസാണ്. സോയാ സോസ് ഈ ചട്നിക്ക് അത്യാവശ്യമായൊരു ഘടകമാണ്. ഈ സോയാ സോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചട്നി അതീവ ടേസ്റ്റ് ആകുകയുള്ളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ വിനാഗിരി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങയാണെങ്കിലും ഇതിന് പാകമാകും. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ എരിവുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തക്കാളി ചട്നി റെഡി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോമോസിലേക്ക് നമ്മുടെ തക്കാളി ചട്നി ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ണുമടച്ച് മോമോസിൻ്റെ രുചി ആവോളം ആസ്വദിച്ച് പതുക്കെ ഇരുന്ന് സാവകാശം അങ്ങോട്ട് കഴിക്കുക. അങ്ങനെ നമ്മുടെ മോമോസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.